ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിക്കൽ അയൺ സെൽ ആൻഡ് നിക്കൽ കാഡ്മിയം സെല്ലാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എഡിസൺ സെൽ, അതായത് നിക്കൽ അയൺ സെല്ലിൻ്റെയും അതുപോലെ നിക്കൽ കാഡ്മിയം സെല്ലിൻ്റെയും ഡിഫറെൻറ്റ് പാർട്സും അതുപോലെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നിക്കൽ അയൺ സെല്ലിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ലെഡ് ആസിഡ് ബാറ്ററിയിലുള്ളതുപോലെ തന്നെ ഓരോ സെല്ലിലും പോസിറ്റീവ് പ്ലേറ്റുകളും നെഗറ്റീവ് പ്ലേറ്റുകളും ഇലക്ട്രോലൈറ്റും കണ്ടെയ്നറും അതുപോലെ തന്നെ സെപ്പറേറ്റേഴ്സും ഉണ്ട്. ഇപ്പോൾ ഒരു സെല്ലിൻ്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും നെഗറ്റീവ് പോളും അതുപോലെ പോസിറ്റീവ് പോളും, പിന്നെ ഫില്ലർ ക്യാപ്പ്, നെഗറ്റീവ് ഗ്രിഡ്, പോസിറ്റീവ് ഗ്രിഡ്, അതുപോലെ ഈ നെഗറ്റീവ് പോസിറ്റീവ് ഗ്രിഡുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രിഡ് സെപ്പറേറ്റർ, പിന്നെ നെഗറ്റീവ് പോക്കറ്റ്, അതെല്ലാം അടങ്ങിയിരിക്കുന്നത് അയൺ ഓക്സൈഡ് ആണ്. അതുപോലെ പോസിറ്റീവ് ട്യൂബ്സ് ഉണ്ട്. അതിലുള്ളത് നിക്കൽ ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നിക്കൽ ഹൈഡ്രേറ്റും അല്ലെങ്കിൽ നിക്കൽ ലെയറും ആണുള്ളത്. പിന്നെ ഇൻസുലേറ്റേഴ്സ് ഉണ്ട് സെപ്പറേഷന് വേണ്ടിയിട്ട്. പിന്നെ സോളിഡ് സ്റ്റീൽ കണ്ടെയ്നർ ആണ് നമ്മളിവിടെ കണ്ടെയ്നർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സോളിഡ് സ്റ്റീലാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം സൈഡ് എന്ന് പറയുന്നത് സെല്ലിൻ്റെ ബോട്ടം സൈഡ് എന്ന് പറയുന്നത് വെൽഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോസിറ്റീവ് പ്ലേറ്റിന് എന്തൊക്കെയാണ് നോക്കാം. പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് പെർഫറേറ്റഡ് സ്റ്റീൽ ട്യൂബ്സ് കൊണ്ടാണ്. അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ നിക്കൽ ഹൈഡ്രോക്സൈഡ് ആണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഈ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് പ്യുവർ ആയിട്ടുള്ള നിക്കൽ ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ട്യൂബുകളുടെ പ്രത്യേകത, അതിൻ്റെ അകത്ത് ഡയമീറ്റർ എന്ന് പറയുന്നത് 15 മില്ലിമീറ്ററും അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 100 മില്ലിമീറ്ററുമാണ് ഓരോ ചെറിയ സ്റ്റീൽ ട്യൂബുകളുടെയും സൈസ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള 300 ലെയേഴ്സ് ആയിരിക്കും ഒരു പ്ലേറ്റിനകത്ത് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. ട്യൂബ്സിനെ നമ്മൾ കംപ്രസ് ചെയ്ത്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ട്യൂബ്സിനെ നമ്മൾ കംപ്രസ് ചെയ്ത് ഒരു സിംഗിൾ നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ ഫ്രെയിമിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ ചിത്രത്തിലൂടെ കാണുന്നത്. അതായത് കുറേ സ്റ്റീൽ ട്യൂബ്സിനെ പരസ്പരം നമ്മൾ കംപ്രസ് ചെയ്ത് നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ ഫ്രെയിമിലേക്ക് വെച്ചിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പ്ലേറ്റിനെയാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നെഗറ്റീവ് പ്ലേറ്റ് എന്താണെന്ന് നോക്കാം. നെഗറ്റീവ് പ്ലേറ്റ് റെക്റ്റാങ്കുലർ പെർഫറേറ്റഡ് സ്റ്റീൽ പോക്കറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്നത് അയൺ ഓക്സൈഡ് ആണ്. നെഗറ്റീവ് പ്ലേറ്റിലുള്ളത് അയൺ ഓക്സൈഡ് ആണ്. സ്റ്റീൽ പോക്കറ്റ്സ് ആണ്, പക്ഷെ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടക്ടിവിറ്റി, അതായത് നെഗറ്റീവ് പ്ലേറ്റിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ എമൗണ്ടിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെർക്കുറിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. അതായത് പോക്കറ്റ്സിനകത്ത് സ്റ്റീൽ പോക്കറ്റ്സിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മെർക്കുറിയാണ്. ഇനി ഇത്തരത്തിലുള്ള പോക്കറ്റ്സ് എല്ലാം കൂടെ നമ്മൾ ക്ലാമ്പ് ചെയ്ത് ഒരു സ്റ്റീൽ ഗ്രിഡിലേക്ക്, അതായത് ഒരു സ്റ്റീൽ ഗ്രിഡിൽ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് ആണ് നമ്മൾ നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കുന്നത്. എപ്പോഴും ഒരു സെല്ലിലുള്ള പോസിറ്റീവ് പ്ലേറ്റിൻ്റെ എണ്ണത്തേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവ് പ്ലേറ്റിൻ്റെ എണ്ണം ആയിരിക്കും ഒരു സെല്ലിൽ പോസിറ്റീവ് പ്ലേറ്റിനേക്കാളും ഒന്ന് കൂടുതലുണ്ടാവുക. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള റെക്റ്റാങ്കുലർ ആയിട്ടുള്ള സ്റ്റീൽ പോക്കറ്റ്സ് എല്ലാം കൂടി ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇലക്ട്രോലൈറ്റ് ആണ് ഇതിൽ കണ്ടെയ്നറിൽ നമ്മൾ സെൽസിൽ പോസിറ്റീവ് നെഗറ്റീവിന് ഇടയിലുള്ള ലിക്വിഡ് ഫോം, അതാണ് ഇലക്ട്രോലൈറ്റ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്, KOH. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.22 ആണ്. ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി
ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയായിരിക്കും എപ്പോഴും സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് 1.22 തന്നെയായിരിക്കും അത് ചാർജിങ് ടൈമിലാണെങ്കിലും ഡിസ്ചാർജിങ് ടൈമിലാണെങ്കിലും ഉണ്ടാകുന്നത്. പക്ഷേ ലെഡ് ആസിഡ് സെൽസിൻ്റെ കേസിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇനി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെല്ല് എപ്പോഴും സീൽഡ് ആയിരിക്കണം. സെല്ല് നമ്മളെപ്പോഴും സീൽഡ് ആയിട്ടാണ് കീപ്പ് ചെയ്യാറുള്ളത്. കാരണം ഇതിലുള്ള ഇലക്ട്രോലൈറ്റ്, അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് പ്രവർത്തിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും സീൽഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. അഥവാ അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു ചാൻസ് വരികയാണെങ്കിൽ അവിടെ സെല്ലിൻ്റെ കപ്പാസിറ്റി കുറയും. അപ്പോൾ കപ്പാസിറ്റി കുറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സെല്ല് സീൽ ചെയ്ത് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ തോതിൽ ലിഥിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഇലക്ട്രോലൈറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി കണ്ടെയ്നർ ബോക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കണ്ടെയ്നർ സാധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ ബോക്സ് കൊണ്ടാണ്. നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ ബോക്സ് ആണ് ഇവിടെ കണ്ടെയ്നറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റീൽ എപ്പോഴും കണ്ടക്റ്റീവാണ് അല്ലേ, അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഫോം ചെയ്യാതിരിക്കുക, ഇതിൻ്റെ ഇടയിലുള്ള പ്ലേറ്റ്സും ഈ അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടെയ്നറും ഒക്കെ ആയിട്ടുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഭാഗവും അതുപോലെ തന്നെ ടോപ്പ് ഭാഗവും ഒക്കെ ഒരു തിക്ക് ലെയർ ഓഫ് ഇൻസുലേറ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇൻസുലേറ്റിംഗ് കോമ്പൗണ്ടിൻ്റെ ഒരു തിക്ക് ലെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഷോർട്ട് സർക്യൂട്ട്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കണ്ടെയ്നർ എപ്പോഴും എയർ ടൈറ്റ് ആയിരിക്കണം. കാരണം നമ്മൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വെൻ പ്ലഗിൽ ചെറിയ ഹോൾസ് പ്രൊവൈഡ് ചെയ്യാം. അത് അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ മൂലം അതിൻ്റെ ഉള്ളിൽ സെല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഗ്യാസസിനെ പുറത്തേക്ക് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ പ്ലഗിൽ ചെറിയ ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പ്ലേറ്റ്സ്, അതായത് പോസിറ്റീവ് പ്ലേറ്റിൻ്റെ ഇടയ്ക്കും നെഗറ്റീവ് പ്ലേറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് പെർഫറേറ്റഡ് ഹാർഡ് റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്ലേറ്റുകൾക്കിടയിലുള്ള ഷോർട്ട് സർക്യൂട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചസ് എന്നുള്ളത് പരിചയപ്പെട്ടാണ്. ഫസ്റ്റ് പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് NiOH4, അതായത് നിക്കൽ ഹൈഡ്രോക്സൈഡാണ്, അതായത് ഹൈഡ്രേറ്റഡ് നിക്കൽ ഓക്സൈഡാണ് പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് അയൺ ആണ്, ഫെറസ് അയൺ ആണ് നമുക്ക് ആ സെല്ലിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രോലൈറ്റ് KOH, അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പോണൻസ് ഒക്കെയാണ് ആ ഒരു സെല്ലിലുള്ളതെങ്കിൽ അവിടെ കെമിക്കൽ ചേഞ്ചസ് നടക്കുമ്പോൾ ഫസ്റ്റ് ഇലക്ട്രോലൈറ്റ് ആണ് ഡിസോസിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോലൈറ്റ് KOH ഡിസോസിയേറ്റ് ചെയ്ത് K+ഉം അതുപോലെ തന്നെ OH- അയോൺസ് ആയിട്ട് മാറുന്നു. ഇനി നമ്മൾ ഡിസ്ചാർജിങ്, അതായത് നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബാറ്ററിയിൽ ഡിസ്ചാർജിങ് സംഭവിക്കുകയാണ്. അങ്ങനെ ഡിസ്ചാർജിങ് സംഭവിക്കുമ്പോൾ ഈ KOH ഡിവൈഡ് ചെയ്ത് K+ഉം OH- ആവുന്നു എന്ന് പറഞ്ഞു. ഇതിൽ K+, അതായത് പോസിറ്റീവ് അയോൺസ് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവ് പ്ലേറ്റിൽ, അതായത് K+ അയോൺസ് മൂവ്സ് ടുവേർഡ്സ് K+ പ്ലേറ്റ്സ്, അതായത് പോസിറ്റീവ് അയോൺസ് മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് പ്ലേറ്റിലേക്കാണ്. ഓക്കെ, അപ്പോൾ മൂവ് ചെയ്തതിന് ശേഷം അത് റെഡ്യൂസ് ചെയ്ത്, അതായത് നമ്മുടെ പോസിറ്റീവ് പ്ലേറ്റ് NiOH4 ആണ്, അതായത് നിക്കൽ ഹൈഡ്രോക്സൈഡ് ആണ്. ആ നിക്കൽ ഹൈഡ്രോക്സൈഡ് റെഡ്യൂസ് ചെയ്ത് NiOH2 ആയിട്ട് മാറും. NiOH2 എന്ന് പറയുന്നത് നിക്കൽ ഓഫ് ലോവർ ഹൈഡ്രോക്സൈഡ് ആണ്.
ഓക്കെ. അപ്പം അത് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം പോസിറ്റീവ് അയോൺസ് മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആനോഡ് ആയിട്ടുള്ള NiOH4ലേക്കാണ്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ റിഡക്ഷൻ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ OH മൈനസ് എന്നുള്ള അയോൺസ് മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ടുള്ള അയൺ ഓക്സൈഡിലേക്ക് അല്ലെങ്കിൽ അയണിലേക്കാണ്. ഈ അയണിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനെ കാഥോഡിനെ ഓക്സൈഡ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ടുള്ള ഫെറസ് അതായത് അയണിലേക്ക് OH മൈനസ് വന്ന് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഫെറസ് ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് മൊത്തത്തിലുള്ള ഡിസ്ചാർജിങ് ഇക്വേഷൻസ് അതായത് NiOH4 പ്ലസ് 2K. ഇത് 2K എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസ്, പോസിറ്റീവ് പ്ലേറ്റ് പോസിറ്റീവ് അയോൺസ് ഗിവ്സ് NiOH2 പ്ലസ് 2KOH. ഓക്കെ, ഇനി നെഗറ്റീവ് പ്ലേറ്റിലാണെങ്കിൽ Fe എന്ന് പറയുന്നതാണ് കാഥോഡ്, അതായത് അയൺ. Fe പ്ലസ് 2OH. OH എന്ന് പറയുന്നത് KOH ഡിവൈഡ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് അയോൺസ് ആണ്. 2OH ഗീവ്സ് FeOH2, അതായത് ഫെറസ് ഹൈഡ്രോക്സൈഡ് ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫൈനലി ഡിസ്ചാർജിങ്ങിലൂടെ നമുക്ക് പോസിറ്റീവ് പ്ലേറ്റ് NiOH2 ആയിട്ടും അതുപോലെ തന്നെ നെഗറ്റീവ് പ്ലേറ്റ് FeOH2 ആയിട്ടും മാറുന്നുണ്ട്. ഇനി അങ്ങനെ ഡിസ്ചാർജ്ഡ് ആയി പോയിട്ടുള്ള ഒരു ബാറ്ററീനെ നമ്മൾ അഗെയിൻ ചാർജ് ചെയ്യുമ്പോൾ അവിടെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള റിയാക്ഷനാണ് നടക്കുന്നത്. അതായത് ഈ ഇലക്ട്രോലൈറ്റിൽ K പ്ലസ് അയോൺസും അതുപോലെ തന്നെ OH മൈനസ് അയോൺസും ഉണ്ട്. അപ്പോൾ റിവേഴ്സ് റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അതായത് ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്ചാർജ്ഡ് ആയപ്പോൾ ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് NiOH4 NiOH2 ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ NiOH2ലാണ് ഇനി പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ NiOH2 പ്ലസ് 2OH, അതായത് ചാർജിങ് സമയത്ത് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് വരികയാണ് ചെയ്യുക. അതായത് ഇവിടെ നെഗറ്റീവ് അയോൺ ഏതാണ്? 2OH മൈനസ് അല്ലേ. അപ്പോൾ OH മൈനസ് NiOH2 ആയിട്ട് പ്രവർത്തിച്ചിട്ട് നമുക്ക് NiOH4 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് പ്ലേറ്റിൽ സംഭവിക്കുന്നത് FeOH2വുമായിട്ട്, അതായത് FeOH2 നമുക്കിവിടെ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ ഡിസ്ചാർജിങ് ടൈമിൽ നടന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് FeOH2. അതിലേക്കാണ് പിന്നെ ചാർജിങ് സമയത്ത് പോസിറ്റീവ് അയണായിട്ടുള്ള K വന്ന് ചേരുന്നത്. അപ്പം FeOH2 പ്ലസ് 2K ഗിവ്സ് Fe പ്ലസ് 2KOH. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് പോകും. അതായത് നമുക്കിവിടെ റിസൾട്ടായിട്ട് കിട്ടുന്ന NiOH4ഉം Feയുമാണ്. അതായിരിക്കും നമ്മൾ അതായത് NiOH4 Fe, അതായത് നമ്മൾ ഡിസ്ചാർജിങ്ങിന് മുമ്പേ ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചാർജിങ്ങിന് ശേഷം നമുക്ക് അതിൻ്റെ ലിഡ്സ് മാറിക്കിട്ടും. ഓക്കെ, അതിൻ്റെ പ്ലേറ്റ്സും മാറിക്കിട്ടും. അപ്പം നമുക്ക് ഇതിൽ മനസ്സിലാവുന്ന കാര്യം ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കതിന് ഒന്ന് ഏകോപിപ്പിച്ചിട്ട് ഒരു സിംഗിൾ ഇക്വേഷനായിട്ട് നമുക്ക് കാണിക്കാം. അതായത് NiOH4 പ്ലസ് KOH എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള പ്ലേറ്റ്, അതുപോലെ തന്നെ അവിടെയുള്ള ഇലക്ട്രോലൈറ്റും അതുപോലെ നെഗറ്റീവ് പ്ലേറ്റും ഇവിടെ റിയാക്ഷൻ നടന്നിട്ട് അതിൽ NiOH2 ആയിട്ട് മാറും പ്ലസ് KOH തന്നെ പിന്നെ FeOH2. അപ്പോൾ ഈ റിയാക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒന്നും ഒരു വാട്ടറിൻ്റെ ജനറേഷനോ അല്ലെങ്കിൽ യൂസേജോ നടക്കുന്നില്ല. അതായത് നോ വാട്ടർ ഈസ് ഫോംഡ് ഇൻ ദിസ് റിയാക്ഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ചാർജിങ് സമയത്തും ഡിസ്ചാർജിങ് സമയത്തും നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത്. അതായത് ദ സ്പെസിഫിക് ഗ്രാവിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ് ഡ്യൂറിങ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ഇനി നമ്മൾ ഇവിടെ വാട്ടറിൻ്റെ ജനറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാലം ഈ ഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള ബാറ്ററീനെ ആ ഡിസ്ചാർജ്ഡ് സ്റ്റേറ്റിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. അതായത് ചാർജ് ചെയ്യാതെ കുറച്ച് കാലം ഇരുന്നാൽ കൂടി ആ സെല്ലിന് പെട്ടെന്ന് ഡാമേജ് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ ലെഡ് ആസിഡ് സെല്ലാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാതെ കുറച്ച് കാലം കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡാമേജ് സംഭവിക്കാറുണ്ട്. കാരണം അവിടെ വാട്ടറിൻ്റെ ജനറേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ്.
ഇനി നമുക്ക് എപ്പോഴും ഇതിൽ ഓർക്കേണ്ട കാര്യം ഡയറക്റ്റ് ആയിട്ടുള്ള റിവേഴ്സിബിൾ ഇക്വേഷനാണ് ചാർജിങ്ങിലും ഡിസ്ചാർജിങ്ങിലും വരുന്നത്. ഇനി ഇലക്ട്രോലൈറ്റ് എപ്പോഴും ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം KOH നമ്മൾ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് റിയാക്ഷന് ശേഷവും സിമിലർ ആയിട്ട് നിൽക്കുന്നു. അതായത് ഇവിടെ ഇലക്ട്രോലൈറ്റിന് ഒരു മാറ്റവും ഇല്ല. KOH ആയിട്ട് അതായത് ചാർജിങ് സമയത്തും ഡിസ്ചാർജിങ് സമയത്തും നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇലക്ട്രോലൈറ്റ് ഒരു രാസപ്രവർത്തനത്തിലും ഇവിടെ ഏർപ്പെടുന്നില്ല. പക്ഷേ അത് സഹായിക്കുന്നത് നമ്മുടെ OH എന്ന് പറയുന്ന അയൺസിനെ ജനറേറ്റ് ചെയ്ത് അതിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക്, അതുപോലെ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അതിൻ്റെ ഒരു മോഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ള, അതായത് OH അയൺസിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള സോഴ്സായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളൊരു കർമ്മമാണ് ഈ കേസിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള KOHന് ചെയ്യാനുള്ളത്. അവിടെ KOH ഒരു കെമിക്കൽ ചേഞ്ചസിലും പാർട്ട് ചെയ്യുന്നില്ല. ഓക്കെ. ഇനി ലെഡ് ആസിഡ് സെല്ലിനേക്കാൾ അപേക്ഷിച്ച് നമുക്ക് ഇതിൻ്റെ ഡെൻസിറ്റി, അതായത് ഇലക്ട്രോലൈറ്റിൻ്റെ ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ. ഇലക്ട്രോലൈറ്റിൻ്റെ ഡെൻസിറ്റി ഒരിക്കലും കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ പ്രത്യേകതകളാണ്. സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള സെല്ലിലുണ്ടാവുക 1.4 വോൾട്ടാണ്. ഇനി അത് 1.2 വോൾട്ട് ആയാൽ അതിൻ്റെ അർത്ഥം അത് ഡിസ്ചാർജ്ഡ് ആയി എന്നാണ്. ഇനി ഫുള്ളി ഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള സെല്ലിനുണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 1.15 കുറവായി വരുമ്പോഴാണ് നമ്മൾ അത് ഫുള്ളി ഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള സെല്ലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്ലേറ്റ്സിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ഈ പ്ലേറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്ലേറ്റുകളുടെ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടുതലാണ്. അതിൻ്റെ ബക്ലിങ് അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ പോർട്ടബിൾ ആണ്. ദ സെൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹെവി ചാർജ് ആൻഡ് ഡിസ്ചാർജ് കറണ്ട്. അതായത് നമുക്ക് വളരെ കൂടുതലായിട്ടുള്ള കറണ്ടോ അതുപോലെ തന്നെ വളരെ കുറഞ്ഞ കറണ്ടോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു കഴിവ് ഈ പ്ലേറ്റ്സിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാലം അതിനെ ഡിസ്ചാർജ്ഡ് കണ്ടീഷനിൽ ലീവ് ചെയ്താലും അതിന് ഒന്നും സംഭവിക്കുന്നില്ല. അതായത് അതിന് അതായത് അതിന് കേടുപാടുകളൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. ഡസ് നോട്ട് ഡിറ്റോറിയേറ്റഡ് ഈവൻ ഇഫ് ലെഫ്റ്റ് ഡിസ്ചാർജ്ഡ്. ഓക്കെ. ഇനി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സെല്ലുകൾക്ക് വളരെ കൂടുതലാണ്. കാരണം പ്ലേറ്റ്സ് സ്റ്റീൽ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വളരെ ലാർജാണ്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ലെഡ് ആസിഡ് സെല്ലിനേക്കാളും കുറവാണ്. ലെഡ് ആസിഡ് സെല്ലിനെ അപേക്ഷിച്ച് എഫിഷ്യൻസി കുറവാണ്. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സെല്ലിൻ്റെ EMF സ്ലൈറ്റായിട്ട് കൂടുകയാണ് ചെയ്യുക. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് EMF സ്ലൈറ്റായിട്ട് കൂടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി അതുപോലെ തന്നെ വളരെ കുറച്ചായിട്ട്, അതായത് കപ്പാസിറ്റി അപ്രീഷിയബിൾ റേറ്റ് ആയിട്ട് കൂടുന്നുണ്ട്. ഇനി ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് കപ്പാസിറ്റി അതുപോലെ തന്നെ കുറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ EMF സ്ലൈറ്റായിട്ട് കൂടുകയും അതുപോലെ തന്നെ കപ്പാസിറ്റി കൂടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കുറയുന്നു. ഇനി ലെഡ് ആസിഡ് ബാറ്ററീനെ അപേക്ഷിച്ച് മെക്കാനിക്കൽ സ്ട്രെങ്ത്തിലും അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയിലും റോബസ്റ്റ്നെസ്സിലൊക്കെ മുന്നേ നിൽക്കുന്നത് എഡിസൺ സെൽസാണ്, നിക്കൽ അയൺ സെല്ലാണ്. അതുപോലെ തന്നെ ലെഡ് ആസിഡ് സെല്ലിനെ അപേക്ഷിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് വളരെ ലോ ടെമ്പറേച്ചർ, അതായത് നല്ലതായിട്ട് ലോ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ, അതായത് ആൽക്കലൈൻ സെൽസിന് മച്ച് ബെറ്റർ അറ്റ് ലോ ടെമ്പറേച്ചർ, അതായത് ലെഡ് ആസിഡ് സെല്ലിനെ അപേക്ഷിച്ച് വളരെ ലോ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ പറ്റും, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെ ഫ്യൂംസ് ഒന്നും എമിറ്റ് ചെയ്യുന്നില്ല.
അതുപോലെ വളരെ സ്മോൾ ആയിട്ടുള്ള സ്മോൾ സെൽഫ് ഡിസ്ചാർജ് അതിലുണ്ടാവുകയുള്ളൂ. പിന്നെ ബക്കിൾ അതുപോലെ തന്നെ സ്മെല്ല് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറവായിരിക്കും ഈ സെൽസിനുണ്ടാവുക. ഇനി ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊരു ബാറ്ററിയിൽ അതിൻ്റെ 75% അതിൻ്റെ ഇനീഷ്യൽ കപ്പാസിറ്റിയുടെ 75% പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ബാറ്ററീൻ്റെ കഴിവിനെയാണ് നമ്മൾ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഇതിന് കുറച്ച് കൂടുതലാണ്. സെല്ല് നമുക്ക് ലോക്കൽ ആക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോക്കൽ ആക്ഷൻ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവഞ്ച്വലി റെൻഡർ ദ സെൽ യൂസ്ലെസ്, അങ്ങനെ യൂസ്ലെസ് ആയിട്ട് പോവാറില്ല. ഇനി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബാറ്ററി നമുക്ക് അവിടെ റേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരുന്നത്, അതായത് സ്പെസിഫിക് ഔട്ട്പുട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചർ, അതായത് 20 ഡിഗ്രി സെൽഷ്യസിലിരിക്കുമ്പോഴാണ് സാധാരണ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് കപ്പാസിറ്റി നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ആ ഒരു ടെമ്പറേച്ചറിനേക്കാളും മുകളിലോ താഴെയോ ഒക്കെ പോകുന്ന സമയത്ത്, അതായത് 20 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേറ്റഡ് ഔട്ട്പുട്ടിൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അത് തന്നെ എക്സാമ്പിളാണ് നമ്മൾ ഓട്ടോമൊബൈൽ ബാറ്ററീസൊക്കെ നമ്മൾ തണുപ്പ് സമയത്ത്, അതായത് കോൾഡ് സമയത്ത് അതിൻ്റെ കപ്പാസിറ്റി കുറയുന്നത് കൊണ്ടാണ് നമ്മൾ എൻജിന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എൻജിൻ ടേൺ ഓൺ ആകുന്നതിനൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത് തണുപ്പ് കാലത്ത്. ഓക്കെ, അപ്പോൾ റേറ്റഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധാരണ ബുദ്ധിമുട്ടാണ് ടെമ്പറേച്ചർ ആ ഒരു റേറ്റഡ് ടെമ്പറേച്ചറിനേക്കാളും താഴെ പോകുന്ന സമയത്ത്. ഇനി നമുക്ക് കമ്പാരിസൺ നോക്കാം. ലെഡ് ആസിഡ് സെല്ലും അതുപോലെ തന്നെ എഡിസൺ സെല്ലും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് ലെഡ് ആസിഡ് സെല്ലിൽ ഉപയോഗിക്കുന്നത് ലെഡ് പെറോക്സൈഡ് ആണ്. എഡിസൺ സെല്ലിലുള്ളത് നിക്കൽ ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ NiOH4 ആണ്. നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ടുള്ളത് സ്പോഞ്ച് ലെഡ് ആണ്. എഡിസൺ സെല്ലിലുള്ള അയൺ ആണ്. ഇലക്ട്രോലൈറ്റ് ഡൈല്യൂട്ട് H2SO4 ആണ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. എഡിസൺ സെല്ലിലുള്ളത് KOH ആണ്. ഇനി ഇലക്ട്രോലൈറ്റ് ആവറേജ് EMF എന്ന് പറയുന്നത് 2.1 വോൾട്ട് പെർ സെല്ലാണ്. പക്ഷേങ്കിൽ എഡിസൺ സെല്ലിലുള്ളത് 1.2 വോൾട്ട് പെർ സെല്ലാണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ ആണ് ലെഡ് ആസിഡ് സെല്ലിൽ. പക്ഷേങ്കിൽ എഡിസൺ സെല്ലിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുതലാണ്. എഫിഷ്യൻസി 90 to 95% ആണ് ആംബിയർ അവർ എഫിഷ്യൻസി വരുന്നത്. പക്ഷേ എഡിസൺ സെല്ലിൻ്റെ കേസിൽ 80% ഉള്ളൂ, അതായത് എഫിഷ്യൻസി കുറവാണ്. അതുപോലെ ലെഡ് ആസിഡ് സെൽസിൻ്റെ കേസിൽ വാട്ട് എഫിഷ്യൻസി 72 തൊട്ട് 80% വരെ. പക്ഷേങ്കിൽ എഡിസൺ സെല്ലിൽ അബൌട്ട് 60% ഉള്ളൂ. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി കമ്പാരിറ്റീവ്ലി കുറവാണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ ആൽക്കലൈൻ സെൽ, അതായത് ആൽക്കലൈൻ സെല്ലിനേക്കാളും കോസ്റ്റ് കുറവാണ് ലെഡ് ആസിഡ് സെല്ലിനുള്ളത്. പക്ഷേങ്കിൽ ലെഡ് ആസിഡ് സെല്ലിനേക്കാളും ഏകദേശം ഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും എഡിസൺ സെല്ലിനുണ്ടാവുക. ഓക്കെ, എഡിസൺ സെല്ല് തന്നെയാണ് കേട്ടോ ആൽക്കലൈൻ സെല്ല് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ലൈഫ് എന്ന് പറയുന്നത് 120 അതായത് 1250 ചാർജ് ആൻഡ് ഡിസ്ചാർജ് നമുക്ക് ഇതിൻ്റെ അകത്ത് പോസിബിൾ ആണ്. അത്രേ നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈഫ് പറയാൻ പറ്റുള്ളൂ. നമുക്ക് പക്ഷേങ്കിൽ നമുക്ക് എഡിസൺ സെല്ലിൻ്റെ കേസിൽ നമുക്ക് 5 ഇയേഴ്സ് അറ്റ്ലീസ്റ്റ്, അതായത് 5 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാർജിങ് ഡിസ്ചാർജിങ് നമുക്ക് പറയാൻ പറ്റും. ഇനി സ്ട്രെങ്ത് എന്ന് പറയുന്നത് നീഡ്സ് മച്ച് കെയർ ആൻഡ് മെയിൻ്റനൻസ്, അതായത് എപ്പോഴും ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമുക്ക് മെയിൻ്റനൻസ് എപ്പോഴും അത്യാവശ്യമാണ്. കാരണം അതിൽ സൾഫേഷൻ അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ചാർജും ഡിസ്ചാർജും ഒക്കെ അതിനകത്ത് സൾഫേഷൻ എന്നുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് മെയിൻ്റനൻസ് എപ്പോഴും ആവശ്യമായിട്ട് വരുന്നത്. പക്ഷേ എഡിസൺ സെല്ലിലാണെങ്കിൽ മെക്കാനിക്കലി വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ വൈബ്രേഷൻ, അതുപോലെ ലൈറ്റ്, അൺലിമിറ്റഡ് റേറ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്ചാർജ് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് എഡിസൺ സെല്ലിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിനെ ഡിസ്ചാർജഡായിട്ട് നമുക്ക് അതിനെ കുറച്ച് നിലനിർത്താനും പറ്റും.
അതുപോലെ കൊറോഷനും അതുപോലെ തന്നെ ഫ്യൂംസ്, കൊറോസീവ് ലിക്വിഡ്സും അതുപോലെ തന്നെ ഫ്യൂംസും ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് എഡിസൺ സെല്ലിൽ ഇല്ലാതെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി എഡിസൺ സെല്ലിൻ്റെ അല്ലെങ്കിൽ നിക്കൽ അയൺ സെല്ലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹെവി ചാർജ് ആൻഡ് ഡിസ്ചാർജ് കറണ്ട് ആൻഡ് ഡസ് നോട്ട് ഡിറ്റോറിയേറ്റ്. അതായത് നമുക്ക് അതിനെ വലിയ ചാർജും അതുപോലെ തന്നെ ചെറിയ ചാർജൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഡിറ്റോറിയേറ്റ് ചെയ്യാതെ കീപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ കൺസ്ട്രക്ഷൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലൈറ്റാണ്, കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ചാർജറായിട്ട് ലോങ് ടൈം അതിനെ കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ അതിനെ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ അതിനെ യൂസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് വെഹിക്കിൾസിൽ അതുപോലെ തന്നെ സ്വിച്ച് ഗിയർ ഓപ്പറേഷൻസിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് EMF ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല, ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. എഫിഷ്യൻസി ഈസ് ലോവർ ദാൻ ലെഡ് ആസിഡ് സെല്ല്. ഇറ്റ് ഹാസ് എ ഹൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് ഇതിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫിഷ്യൻസി എന്താണ്, വളരെ കുറവാണ്. ഇറ്റ്സ് EMF ഈസ് ലോവർ ഇൻ കമ്പാരിസൺ ടു ലെഡ് ആസിഡ് സെൽ. അതായത് EMF ലെഡ് ആസിഡ് സെൽസിനേക്കാളും കുറവാണ്. അതായത് ലെഡ് ആസിഡ് സെല്ലിൽ 2.1 പെർ സെല്ല് വരുമ്പോൾ ഇതിൻ്റെ അത് 1.2 ഒക്കെ ഉള്ളൂ. ഓക്കെ, ഇഫ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ഈസ് EMF വിൽ സ്ലൈറ്റ്ലി റെഡ്യൂസ്. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ EMF റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നിക്കൽ കാഡ്മിയം സെൽ എന്താണെന്ന് പരിചയപ്പെടാം. നിക്കൽ കാഡ്മിയം സെൽ എന്ന് പറയുന്നത് നിക്കൽ അയൺ സെല്ലിന് സിമിലർ ആണ്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് നിക്കൽ ഹൈഡ്രോക്സൈഡ് ആണ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കാഡ്മിയം ആണ് ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ളത്. അതായത് നിക്കൽ അയൺ സെല്ലിൽ അയൺ ആയിരുന്നു നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ളത്. പക്ഷേ ഇവിടെ കാഡ്മിയമാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്. അതുപോലെ തന്നെ രണ്ടിലും ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സെയിം ആണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി ഇവിടെ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് അതിൻ്റെ ഔട്ടറിലുള്ളതാണ് ക്യാന്, പിന്നെ അതിൻ്റെ സെൻട്രൽ പോർഷനിലുള്ളതാണ് അതിൻ്റെ കോറ്, പിന്നെ സീൽ എന്ന് പറയുന്നത് അതിൻ്റെ പുറമെ വരുന്നതാണ്, പിന്നെ കവറ്, പിന്നെ വെൻറ്റ് ബോള്, പിന്നെ ക്യാപ്പ്. ഓക്കെ, ഇനി പോസിറ്റീവ് ടാബ്, അതുപോലെ തന്നെ പ്രസ് പവേർഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡ്. അതായത് പോസിറ്റീവ് ഇലക്ട്രോഡ് ഇതാണ്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഇതാണ്. അതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്ന സെപ്പറേറ്റേഴ്സ് ആണ് രണ്ടെണ്ണം കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ലെയർ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണിത്. പിന്നെ ജെല്ലി റോൾസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇൻസുലേറ്റിംഗ് വാഷർ അതുപോലെ ഇതിൻ്റെ ബോട്ടം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസുലേറ്റഡ് വാഷർ കൊടുക്കാൻ കാരണം ഇതിൽ ഷോർട്ട് വരാതിരിക്കാനാണ്. അതായത് പ്ലേറ്റ്സിൻ്റെയും ഒന്നും ഇതിൽ ഷോർട്ട് വരാതിരിക്കാനാണ് പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡ്സിൻ്റെ ഷോർട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇൻസുലേറ്റഡ് വാഷറൊക്കെ ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലുള്ള ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് കാഡ്മിയം ആണ് ഇതിൽ ആനോഡ് ആയിട്ടുള്ളത്. It consists of cadmium anode and a metal grid consists of plate of NiOH acting as a cathode. The electrolyte is the cell is KOH potassium. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് KOH ആണ്. പിന്നെ ആനോഡിൽ അടങ്ങിയിരിക്കുന്നത് NiOH2ൻ്റെ പേസ്റ്റാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഡിസ്ചാർജിങ് സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, അതായത് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് NiCd ബാറ്ററി, അതായത് നിക്കൽ കാഡ്മിയം ബാറ്ററിയിൽ കാഡ്മിയം ഓക്സിഡൈസ് ചെയ്യുക ചെയ്യുന്നത്, അതായത് ഓക്സൈഡ്സ് ജനറേറ്റ് ചെയ്യുന്നു, അതായത് Cd2+ അയൺസ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ അവിടെ CdOH2 അവിടെ ഫോം ചെയ്യുന്നു. ഇത് രണ്ടുമാണ് അതിലെ ഡിസ്ചാർജിങ് സമയത്ത് നടക്കുന്ന പ്രോസസ്സ്. അതുപോലെ ഓരോ സെല്ലിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് 1.4 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നമുക്ക് പരിചയപ്പെടാം. അതായത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ CdOH2 ആണ് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡ്. അവിടെ ചാർജിങ് സമയത്ത് അത് CD ആയിട്ട് അതുപോലെ തന്നെ 2OH അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഡിസ്ചാർജിങ് സമയത്ത് അവിടെ അഗെയിൻ CdOH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി കാഥോഡിലാണെങ്കിൽ NiOH2 ആണ് നമ്മുടെ
കാഥോഡായിട്ടുള്ളത്. അപ്പോൾ കാഥോഡ് അവിടെ OH- ആയിട്ട് കമ്പൈൻ ചെയ്ത്, അതായത് KOHൽ OH- ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് NiOOH+H2O ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട്. അവിടെ ഡിസ്ചാർജിങ് സമയത്ത് നേരെ റിവേഴ്സ് ആയിട്ടാണ്. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാം. അതായത് CdOOH2 പ്ലസ് 2 NiOH2, ഓക്കെ, 2 NiOH2 gives Cd plus 2 NiOH plus 2H2O. ഓക്കെ, അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഒരൊറ്റ ഇക്വേഷനായിട്ട്, അത് ഓവറോൾ റിയാക്ഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെയാണെങ്കിലും ചാർജിങ്ങും അതുപോലെ തന്നെ ഡിസ്ചാർജിങ് പ്രോസസ്സുകൾ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് ഫാസ്റ്റ് ആൻഡ് സിമ്പിൾ ചാർജ്, അതായത് ചാർജ് ചെയ്യുന്നതിന് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഉള്ളത്. അതുപോലെ തന്നെ ഗുഡ് ലോഡ് പെർഫോമൻസ്, അതുപോലെ സ്മോളർ ആൻഡ് ലൈറ്റർ, വളരെ ചെറുതും അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ളതാണ് ഉള്ളത്. ലോങ് ലൈഫ് ദാൻ ലെഡ് സ്റ്റോറേജ് സെൽ, അതായത് ലെഡ് സ്റ്റോറേജ് സെല്ലിനേക്കാളും ഇതിൻ്റെ ലൈഫ് കൂടുതലാണ്. ഇനി സീൽഡ് കണ്ടെയ്നറിലാണ് നമുക്കിതിനെ പാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അവർക്ക് ഉപയോഗിക്കുന്ന എഡിസൺ സെൽസ് യൂസ് ചെയ്യുന്ന ചില ഡിവൈസസ് ആണ് കാണിച്ചിട്ട്, അതായത് കാൽക്കുലേറ്റേഴ്സ്, ഇലക്ട്രോണിക് ഫ്ലാഷ് യൂണിറ്റ്, അതുപോലെ കോർഡ്ലെസ് അപ്ലയൻസസ്. ഇതിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള സെൽസ് ആണ്. ഇനി നമ്മൾ പ്രൈമറി സെൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും അതുപോലെ തന്നെ സെക്കൻഡറി സെൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും പഠിച്ചു. അപ്പോൾ അതിൻ്റെ കോമൺ ആയിട്ട് എന്താണ് പ്രൈമറി സെൽസ് എന്നും എന്താണ് സെക്കൻഡറി സെൽസ്, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രൈമറി സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റൻറ്റ് EMF പ്രൊഡ്യൂസിങ് ഡിവൈസ്, അതായത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് EMF പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഡിവൈസാണ്. പക്ഷേ സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചാർജ്ഡ് വിത്ത് ഇലക്ട്രിക് സപ്ലൈ ഫസ്റ്റ് ദെൻ ഇറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് അതിൻ്റെ അകത്ത് ഫസ്റ്റ് ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഒരു EMF ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് സെക്കൻഡറി സെല്ലിൻ്റെ പ്രത്യേകത. പ്രൈമറി സെല്ലിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഇറ്റ് കനോട്ട് ബി റീചാർജ്, അതായത് റീചാർജ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ സെക്കൻഡറി സെൽസ് നമുക്ക് റീചാർജ് എഗെയിൻ ആൻഡ് എഗെയിൻ, അതായത് നമുക്ക് വീണ്ടും വീണ്ടും ചാർജ് ചെയ്യാം. ഇനി പ്രൈമറി സെൽസ് ലൈറ്റ് ഇൻ വെയിറ്റ്, അതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. പക്ഷേ സെക്കൻഡറി സെൽസിൻ്റെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ഇറ്റ് ക്യാൻ സപ്ലൈ എ ലോ കറണ്ട് അറ്റ് ലോ വോൾട്ടേജ്, അതായത് നമുക്ക് പ്രൈമറി സെൽസ് ലോ കറണ്ടാണ് ലോ വോൾട്ടേജിൽ തരാൻ പറ്റുക. അതുപോലെ സെക്കൻഡറി സെല്ലിലാണെങ്കിൽ മോർ കറണ്ട് ആയിട്ട് കമ്പാരിറ്റീവ്ലി മോർ വോൾട്ടേജ്, അതായത് കൂടുതൽ കറണ്ടും കൂടുതൽ വോൾട്ടേജും പ്രൊവൈഡ് ചെയ്യാൻ സെക്കൻഡറി സെൽസിന് സാധിക്കും. പ്രൈമറി സെൽസ് വളരെ ചീപ്പാണ്, അതായത് റേറ്റ് വളരെ കുറവാണ്. പക്ഷേ സെക്കൻഡറി സെൽസിന് കോസ്റ്റ്ലിയാണ്, അതിൻ്റെ റേറ്റ് കൂടുതലാണ്. പ്രൈമറി സെൽസിന് വളരെ ഷോർട്ട് ലൈഫാണ്, അതായത് നമുക്ക് ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് അതിൻ്റെ ഷോർട്ട് ലൈഫാണ് അതിനുള്ളത്. പക്ഷേ സെക്കൻഡറി സെൽസിൻ്റെ ലൈഫ് കൂടുതലാണ്, ഇറ്റ് ഹാസ് എ ലോങ് ലൈഫ്. ഇനി ഇതിൽ നടക്കുന്നത് കെമിക്കൽ എനർജീനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അതായത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റാം. കെമിക്കൽ എനർജി ഈസ് ട്രാൻസ്ഫർ ടു ഇലക്ട്രിക്കൽ എനർജി ഇൻ പ്രൈമറി സെൽസ്. ഇനി ഇതിൻ്റെ അകത്ത് സെക്കൻഡറി സെൽസിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൽ നടക്കുന്ന കെമിക്കൽ ആക്ഷൻ കൊണ്ടാണ്. അതുപോലെ തന്നെ കെമിക്കൽ ആക്ഷൻസ് പ്രൊഡ്യൂസ് നടന്നിട്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ രണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അതായത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയുടെ ഫലമായിട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് സെക്കൻഡറി സെൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.